ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രവിചന്ദ്രവർമ്മൻ. ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി. കുറച്ചു നാളുകളായിട്ട് നമ്മളൊക്കെ അല്പം അകലത്തിലായിരുന്നെങ്കിലും അങ്ങനെ മറക്കാനൊന്നും കഴിയില്ലല്ലോ. അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നു നമ്മൾ. ആ അടുപ്പത്തെയാ ഈ കൊറോണ കാലം അകലമാക്കി മാറ്റിയത്. എങ്കിലും അവരവരുടെ വീടുകളിൽ തന്നെ നിന്ന് മനസ്സിന്റെ ഒരുമ കൊണ്ട് കൊറോണ കാലത്തെ അതിജീവിച്ച് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാ. സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് മുൻകരുതലുകളോടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പിടി നാളത്തെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഞങ്ങൾക്ക്. അതെല്ലാം ഇനി സീരിയലിന്റെ തുടർച്ചയിലൂടെ നിങ്ങൾക്ക് കാണാം. മറക്കണ്ട, നിർത്തിയിടത്ത് നിന്ന് വീണ്ടും തുടങ്ങുമ്പോൾ ഇനി അങ്ങോട്ടുള്ള കഥയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത പിരിമുറുക്കവും ശക്തി ഉണ്ടാവും. ആ ഒരു ത്രില്ലോട് കൂടിയാണ് ഞങ്ങൾ ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. കാണാൻ പോകുന്ന ആ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നു മാത്രം, നമ്മൾ നമ്മുടെ കഥ ഇവിടെ പുനരാരംഭിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അതെ, കണ്ട പാതിയേക്കാൾ മനോഹരമാണ് കാണാത്ത പാതി. ഞങ്ങൾ വരികയാണ്. ഒപ്പം ഉണ്ടാകണം നിങ്ങളും നിങ്ങളുടെ നിറഞ്ഞ ഇഷ്ടങ്ങളും. അപ്പൊ കാണാം കേട്ടോ. ഇവിടുത്തെ ദീപുവിനെ കൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിപ്പിക്കും. ഇതെന്റെ നിശ്ചയ. അതിന് സുദർശനൻ ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കും, സമ്മതിപ്പിക്കും ഞാൻ. നിങ്ങൾ പെണ്ണിനൊരു താലി പണിയിക്കാൻ കൊടുത്തോ, ഉടനെ നമുക്കിത് നടത്തിയേക്കാം. അദ്ദേഹത്തോട് സംസാരിക്കാൻ എത്ര ആളുകളാ വെയിറ്റ് ചെയ്യുന്നെന്ന് അറിയാമോ? എത്ര വലിയ ആളാ അദ്ദേഹം. അദ്ദേഹം വലിയ ആള് മാത്രല്ല, അദ്ദേഹത്തിന് നിന്നേക്കാളും ഒരുപാട് പ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ വയസ്സെത്രയാണെന്ന് നിനക്കറിയാമോ? അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ? ഞാൻ വന്നതേ സാറിനെ കാണാനാ, നേരിട്ട് സംസാരിക്കാൻ. എന്നെ അത് കൊള്ളാലോ. എന്തെങ്കിലും സഹായം? അത് എങ്ങനെ പറയണോന്നറിയില്ല. അത് സാർ ഇന്ന് രാത്രി നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണം. വന്നേ പറ്റൂ. ഓക്കെ, വരാം. താങ്ക് യു സാറേ, താങ്ക്സ്. പാടി ഇങ്ങോട്ട്. എന്താ അമ്മയെ കാണിച്ചത്? രവിവർമ്മൻ സാറിനോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കോ? വീട്ടിൽ വരുമെന്ന് ചോദിക്കോ? ചേട്ടാ, അത് കൊള്ളാം. നീ എന്താ ഒരുമാതിരി ഞാൻ എന്തോ അപരാധം ചെയ്ത പോലെ സംസാരിക്കുന്നേ? ഞാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനല്ലേ ക്ഷണിച്ചത്, അല്ലാതെ വീട്ടു ചെലവ് തരാനോ കാശ് കടം തരാനോ അല്ലല്ലോ. എന്താണ് അമ്മയും മകനും തമ്മിൽ തർക്കവും ഒരു സൗന്ദര്യ പിണക്കവും? ഒന്നുമില്ല മാഡം. അമ്മ നിക്ക്, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. നോക്കുമോളെ, പണ്ട് സ്കൂളിൽ പോകുന്ന കാലത്തെ ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് വന്നോണ്ടിരുന്ന പെണ്ണാ. ഇപ്പൊ വീട്ടിൽ വിളിച്ചപ്പോ വരാൻ മടി. ശ്രീലക്ഷ്മി ഇപ്പൊ വീട്ടിലേക്ക് പോവാണോ? എന്തെങ്കിലും പ്രോബ്ലം? അയ്യോ, പ്രോബ്ലം ഒന്നുമില്ല. രവിവർമ്മൻ സാറ് ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് അടുക്കളയെ സഹായിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകുന്നതാ. സാറ് നിങ്ങളുടെ വീട്ടിൽ ഡിന്നറിന് വരുന്നുണ്ടോ? ആ. ഓ മൈ ഗോഡ്, റിയലി യു ആർ വെരി ലക്കി ചേച്ചി. എന്നെയും ഒരു ദിവസം ഇൻവൈറ്റ് ചെയ്യണം കേട്ടോ. എനിക്കും വേണം ചേച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം. ആ, പിന്നെന്താ, തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒരു ദിവസം ഞാൻ വിളിക്കും. അതിനുള്ള തയ്യാറെടുപ്പില്ല ഞാൻ, ഇവളുടെ കല്യാണത്തിന്. വാ അമ്മ, പോവാം. പോയിട്ട് വരാം മാഡം. ശരി പോയിട്ടോ. ശരി. സാന്ദ്ര മാഡം, ഞങ്ങൾ ഇറങ്ങുവാ. സാറിനോട് പറഞ്ഞിട്ടുണ്ട് മോളെയും കൊണ്ടാ ഞാൻ പോകുന്നതെന്ന്. നീ മടി.
അവളുടെ ഒരു നിപ്പ് കണ്ടില്ലേ? തലേ 2 കൊമ്പിന്റെ കുറവേ ഉള്ളൂ. വെളുത്ത ഡാഗിനി കൊച്ചമ്മ. ഇത്രയും വർഷങ്ങൾക്കിടയിൽ എന്തെങ്കിലും സാർ ഞാനുമായിട്ടുള്ള മന്ത്ലി ഡിന്നർ മുടക്കിയിട്ടുണ്ടോ രാജാറാം സാർ? ഇതിപ്പോ ഇന്ന് ആദ്യമായിട്ട്. ആങ്കർ ഈസ് നോട്ട് ഗുഡ് സാന്ദ്ര മേഡം. സാർ വിഷയം മാറ്റാൻ നോക്കണ്ട. എന്റെ ചോദ്യത്തിന് മറുപടി പറ. ഏതെങ്കിലും മാസം ഡിന്നർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല. പക്ഷെ ഇപ്പൊ എല്ലാം തലതിരിച്ചായി. ഞാൻ ഇനി ഡിന്നർ ബുക്ക് ചെയ്ത ഹോട്ടലിൽ വിളിച്ച് എങ്ങനെ ഇത് ക്യാൻസൽ ചെയ്യും? സാറ തമ്പുരാട്ടിയുടെ വീട്ടിലെ ഡിന്നറിന് പോവാണെങ്കിൽ I guess I have to cancel my reservation. ഛേ, നാണക്കേടായി. സാന്ദ്ര മേഡം, ഞാൻ പറയുന്നത് കേൾക്ക്. ഒന്നും പറയണ്ട. സാന്ദ്ര മേഡം, സാർ ഇന്ന് ഡിന്നറിന് വരും. മാഡം തന്നെ പറഞ്ഞില്ലേ, സാർ ഇത്രയും വർഷത്തിനിടയിൽ ഒരു മാസവും ഉള്ള ഡിന്നർ മുടക്കിയിട്ടില്ലെന്ന്. ഇന്നും അതിനൊരു മുടക്കവും ഉണ്ടാവില്ല. എന്റെ വാക്ക്. ഐഷോ? യെസ് മാഡം. ഹലോ ഹലോ. സോറി, നമ്പർ തെറ്റിപ്പോയതാ. താങ്ക് യു വെരി മച്ച്. രവിചന്ദ്രവർമ്മന്റെ വാക്കുകൾ കടമെടുത്തു പറയുന്നു. ഐ ട്രസ്റ്റ് യു. ഇന്ന് ഡിന്നറിന് ഹോട്ടലിന് ഞാൻ സാറിനെ പ്രതീക്ഷിക്കും. രാജാറാം സർ വേണം, അദ്ദേഹത്തെ പറഞ്ഞയക്കാം. ഇറ്റ്സ് യോർ പ്രോമിസ് ആൻഡ് യോർ റെസ്പോൺസിബിലിറ്റി. മതി. എത്ര സമയം നീ ആ കണ്ണാടിയുടെ മുന്നിലിരിക്കുന്നു? ഒന്ന് വന്ന് സഹായിച്ചേ. എനിക്ക് വെറും 2 കയ്യേ ഉള്ളൂ. ദേ ശ്രീടച്ച, ആ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ എടുത്ത് തന്നെ മോളിലത്തെ പെട്ടിയിലിരിക്കുക. എന്തിനാടി നീ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരും അറിയാതെയല്ലേ നീ അവരെ ഭക്ഷണത്തിന് ക്ഷണിച്ചത്. എന്നിട്ടിപ്പോ ഞങ്ങളുടെ മെക്കെട്ടുകാരന്റെ കാര്യം എന്താ? ആ അത് കൊള്ളാം. ഞാൻ ആരുടെ മേലെ എന്ത് മെക്കിട്ട് കയറിയെന്നാ? പ്ലേറ്റും ഗ്ലാസ്സും എടുത്തു തരാൻ പറഞ്ഞാണോ? അത് മാത്രമല്ല, അപ്പോഴേ അവര് ഈ അടുത്ത കാലത്ത് വന്നു പോയതല്ലേ, ഉടനെ വീണ്ടും കഴിക്കാൻ വിളിക്കേണ്ട കാര്യം എന്താ? എന്താ നിന്റെ മനസ്സിന്റെ ഉദ്ദേശം? അടുത്ത കാലത്ത് വന്നു എന്ന് വെച്ചാ രവിവർമ്മൻ സാറിനോട് നേരെ ചൊവ്വേ 2 വാക്ക് മിണ്ടാൻ പറ്റിയോ? നിങ്ങൾ എന്താ അക്കാര്യം ആലോചിക്കാത്തത്? എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് നേരെ 2 വാക്ക് സംസാരിക്കാനാണോ നീ സൽക്കാരമൊക്കെ ഒരുക്കണത്? ശരി, ആയിക്കോട്ടെ, സന്തോഷം. ഇനി ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താ നീയും അദ്ദേഹവുമായി ഇത്ര സംസാരിക്കാനുള്ളത്? നിങ്ങൾ തമ്മിൽ വല്ല ബിസിനസ്സും തുടങ്ങാൻ പോകുന്നുണ്ടോ? പരിഹസിക്കരുത്. അദ്ദേഹം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിച്ച് നോക്ക്. ശ്രീക്ക് നല്ല ജോലി കൊടുത്തു, ഇവിടെ വന്ന് 4 നല്ല വാക്ക് പറഞ്ഞു. അതുമല്ല, നമ്മുടെ ഫ്രിഡ്ജ് നന്നാക്കി തന്നില്ലേ? ഇത്രയൊക്കെ ചെയ്തു തന്ന ആളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതിൽ എന്താ തെറ്റ്? നിങ്ങൾ പറ. മാത്രല്ല, അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ നമ്മുടെ ശ്രീയുടെ കല്യാണക്കാരൻ ഞാൻ. നീ എന്തായി പറഞ്ഞേ? ശ്രീയുടെ കല്യാണക്കാരിയോ? കല്യാണക്കാരിയോ? ഞാൻ എന്ത് പറഞ്ഞു? എപ്പോ പറഞ്ഞു? അതെ, പ്ലേറ്റ് കിട്ടിയോ? എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട് പ്ലേറ്റ് എടുത്തു തരാൻ? ഒരു കാര്യം ചെയ്യില്ല രണ്ടാളും. എന്റെ തലയിലെഴുത്തു അല്ല എന്ത് പറയാൻ?
മോളെ കസേരയും എടുക്ക്. പിടിക്കേ. ആ അപ്പോഴേ മുൻവശത്തെ വാതലിന് മുകളിലേ ആ മിന്നാമിനി ലൈറ്റൊക്കെ എടുത്ത് കെട്ടണം. ഗവർമെന്റ് സാർ വരുമ്പോ വീടൊക്കെ പളപളാന്ന് വേണം തിളങ്ങാൻ. ആ ചെല്ലങ്ങോട്ട്. അമ്മ ഈ പ്ലേറ്റ് നല്ലതല്ല. എങ്കിൽ കൃഷ്ണയുടെ വീട്ടിൽ പോയി 2 പുതിയ പ്ലേറ്റ് വാങ്ങിച്ചോണ്ട് വാ. ആ ചെല്ലങ്ങോട്ട്. സരോജം, ഇലൂമിനേഷൻ ലൈറ്റ് കാണാനില്ലല്ലോ. ഓ ഈ മനുഷ്യന്റെ ഒരു കാര്യം. നിങ്ങളൊന്നെങ്കിൽ കണ്ണ് മാറ്റി വെക്ക്, അല്ലെങ്കിൽ പുതിയ കണ്ണട വാങ്ങി വെക്ക്. ഇത്രയും വലിയ സാധനം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ കഷ്ടം തന്നെ. ഇങ്ങനൊരു മനുഷ്യൻ. ഇവക്കിതെന്തു പറ്റി? Come in, sir. Yes, Sandra. Come in. Yes, Sandra. Sir, ആ ഈസ്റ്റേൺ പ്രോപ്പർട്ടീസിന്റെ പ്രപ്പോസൽ ആണ്. സർ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് സൈൻ ചെയ്യണമായിരുന്നു. ഓക്കെ. What's your opinion? In detail ആയിട്ട് സ്റ്റഡി ചെയ്തില്ലേ? ചെയ്തു സർ. Their offer is reasonable. വേറെ 4 കമ്പനികളുടെ പ്രപ്പോസൽസും വന്നിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്ന ഇവരുടെ കൊട്ടേഷനാ. പിന്നെ ഈസ്റ്റേൺ പ്രോപ്പർട്ടീസ് ഒരു റെപ്യൂട്ടഡ് ഫേം ആയതുകൊണ്ട് നമുക്ക് കണ്ണു അടച്ച് വിശ്വസിക്കാം. ഓക്കെ, then carry on. ഇതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി എന്റെ പേഴ്സണൽ മെയിലിലേക്ക് അയച്ചേക്കൂ. രാത്രി ഞാൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഓക്കെ സർ, ഡൺ. Yes? Anything else? സർ, ഈവനിങ്ങിൽ നമ്മുടെ ഡിന്നർ മറക്കണ്ട. ഒരു 8 o'clock പ്ലാൻ ചെയ്യട്ടെ. ഹോട്ടൽ ഒയാസിസ്. Oh my God. ഞാനത് മറന്നല്ലോ. സാൻഡ്ര, ഐ എം സോ സോറി. നമുക്ക് ഇന്നത്തെ ഡിന്നർ വേറെ ദിവസത്തേക്ക് മാറ്റാം. യുനോ, ഞാനിന്ന് ആ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ ചെല്ലാമെന്ന് വാക്ക് കൊടുത്തു. ആ കുട്ടിയുടെ അമ്മ ഇവിടെ വന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തത്. യു ഓൾറെഡി മെറ്റ്, കണ്ടതല്ലേ താൻ? ബട്ട് സർ, ഞാൻ ഓൾറെഡി എല്ലാം അറേഞ്ച് ചെയ്തതാ. ഇനി അത് ക്യാൻസൽ ചെയ്താൽ? സോറി സാർ, ഞാനിവിടെ ചെല്ലാമെന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തിലാണ് ആ സ്ത്രീ ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. അവരിപ്പോ തന്നെ ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവുന്ന എൻ്റെ ഒരു വിചാരം. ഇനി ചെല്ലില്ല എന്നൊക്കെ വിളിച്ചു പറയുമ്പോ അവർക്കത് വലിയ വിഷമാവും. സോ നമുക്ക് ഈ ഡിന്നർ ക്യാൻസൽ ചെയ്യാം. I am extremely sorry for this trouble. Okay? Yes, sir. It's okay. Are you all right? No issues. Thank you, sir.
ഹലോ ഒരു മിനിറ്റ്. എന്താണ് സാന്ദ്ര മാഡം, രവിചന്ദ്രവർമ്മൻ സാറിന്റെ ക്യാബിനുള്ളിൽ കടന്നൽ വല്ലതും ഉണ്ടായിരുന്നോ? വാട്ട്? അല്ല, മാഡത്തിന്റെ മുഖം കണ്ടിട്ട് കടന്നൽ കുത്തിയതുപോലെ എക്സ്പ്രഷൻ, അതുകൊണ്ട് ചോദിച്ചതാ. കറക്റ്റ്. രാജാറാം സാർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ കടന്നൽ എന്നെയല്ല കുത്തിയിരിക്കുന്നത്. ദേ അവിടെ അകത്തിരിക്കുന്നത് നമ്മുടെ ബോസിനെയാ. കടന്നൽ ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അല്ലേ? അതെന്താ മാഡം, പുതിയ എന്തെങ്കിലും ഇഷ്യൂ? ഇഷ്യൂ പഴയത് തന്നെ. ഇന്ന് വൈകുന്നേരത്തെ ഡിന്നർ ക്യാൻസൽ ചെയ്യാൻ സാർ പറഞ്ഞു. നേരിട്ട് പറഞ്ഞു? പറഞ്ഞു. ഓ. ഇന്ന് വൈകുന്നേരം ആ കൊച്ചു തമ്പുരാട്ടിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അല്ലെങ്കിലേ അവളുടെ അമ്മയ്ക്ക് വിഷമം വരും പോലും. ഹോട്ടലിൽ വിളിച്ച് എല്ലാം ബുക്ക് ചെയ്ത് എനിക്ക് വിഷമവും സങ്കടമൊന്നും ഇല്ലെന്നായിരിക്കും സാർ കരുതുന്നത്. സാറിനിപ്പോ ആ വിഷവിത്തും അവളുടെ വീട്ടുകാരും അല്ലേ വലുത്? ആ ആയിക്കോട്ടെ. ബട്ട് ദിസ് ഇസ് നോട്ട് ഫെയർ രാജാറാം സാർ. സാറിന്റെ ഇപ്പോഴത്തെ ഈ പെരുമാറ്റം ഐ കനോട്ട് ബിലീവ് ഇറ്റ്. സാറ് പഴയ സാറേ അല്ല. സാന്ദ്ര മേഡം, നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയും ഇങ്ങനൊരു സംസാരം വേണം. ഞാൻ പ്രോമിസ് ചെയ്തതല്ലേ സാറിന്റെ യാത്ര മുടക്കാമെന്ന്. എനിക്കിപ്പോഴും അതിലത്ര വിശ്വാസം വരുന്നില്ല രാജാറാം സർ. ഇനിയെങ്കിലും എനിക്ക് ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. സർ, സർ ഇത് കൺഗ്രാറ്റുലേഷൻസ് മിസ് സാൻഡ്ര. താങ്ക് യു സർ. വർമ്മൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട താങ്കൾക്ക് സുസ്വാഗതം. സർ, ഓ മൈ ഗോഡ്, ഐ കാൻറ്റ് ബിലീവ് ദിസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറിന് അറിയാലോ, എന്നെ രവിചന്ദ്രവർമ്മൻ സാർ കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി പ്രൊമോട്ട് ചെയ്തപ്പോ എനിക്കുണ്ടായ സന്തോഷവും അഭിമാനവും ഐ വാസ് റിയലി ത്രിൽഡ്. പക്ഷേ ആ പ്രൊമോഷൻ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നത്. കാരണം സാറിന് എന്നേക്കാൾ വലുത് ഇപ്പൊ അവളാണ്. എനിക്ക് വിഷമം വരാതിരിക്കാൻ കമ്പനി വൈസ് പ്രസിഡന്റ് എന്ന ചെല്ല പേര് മാത്രം. ഞാനത്രയ്ക്ക് വിഡ്ഢിയൊന്നുമല്ല രാജാറാം സർ. ഇങ്ങനൊരു ജോക്കറിന്റെ തൊപ്പിയും തലയിൽ വെച്ച് ഈ കമ്പനിയിൽ തുടരാനും താല്പര്യമില്ല എനിക്കിപ്പോ. വേറെ പല കമ്പനികളിൽ നിന്ന് ഓഫർ വന്നിട്ടും ഞാൻ ഈ കമ്പനിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന്റെ കാരണം ബോസിന് എന്നോടുള്ള വിശ്വാസം കണ്ടിട്ടാ. നൗ ഇറ്റ്സ് ലോസ്റ്റ്. ഇനി എനിക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ല. ഐ എം ഗോയിങ് ടു റിസൈൻ. സോറി, ഇറ്റ്സ് എ റോങ് ഡിസിഷൻ സാന്ദ്ര മാഡം. പൂർണ്ണമായും തെറ്റാണ് ഈ ചിന്തിക്കുന്നത്. ഇന്നത്തെ ഒരു ഡിന്നർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞതിന് ഇത്രയും അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല. എന്നെ വിശ്വാസമില്ലേ സാന്ദ്ര മാഡത്തിന്? രാജാറാം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്നവന്. അതാണ് ചരിത്രം. പക്ഷെ എങ്ങനെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ജസ്റ്റ് ടെൽ മീ, ഹൗ ക്യാൻ യു മേക്ക് ഇറ്റ് പോസിബിൾ? ദാറ്റ്സ് മൈ ഹെഡേക്ക്. അതെന്റെ തലവേദനയല്ലേ? അതിന്റെ മരുന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും. ഏതിനും സാന്ദ്ര മാഡത്തിന് ഒന്ന് വിശ്വസിക്കാം. ഇന്ന് ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്കുള്ള രവിവർമ്മൻ സാറിന്റെ യാത്ര ഞാൻ തടയും. ഇത് രാജാറാമിന്റെ വാക്കാ. ജസ്റ്റ് ബിലീവ് മീ പ്ലീസ്.
അപ്പൊ നീ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യോ? വീട്ടിലില്ലാന്ന് പപ്പി ആന്റി പറഞ്ഞപ്പോ ഞാൻ കരുതിയത് നീ മാറി നിന്ന് വല്ല രഹസ്യ ഫോണും ചെയ്യാതിരിക്കുന്ന. ഒന്ന് പോടി, അവളുടെ ഒരു രഹസ്യ ഫോൺ. നിന്നേക്കാളും വീട്ടില് പണിയെടുക്കുന്ന ആളാ ഞാൻ. നീ ഇപ്പൊ എഴുന്നള്ളിയ കാര്യം പറ. അതെ, ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ആരാന്ന് എനിക്ക് ഊഹിച്ചു പറയാൻ പറ്റുമോ? ആ, എനിക്കെങ്ങനെ അറിയാം? ഊഹിക്കാനൊന്നും ഉദ്ദേശമില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ വീട്ടിലെ ഏത് ഗസ്റ്റ് വന്നാ എനിക്കെന്താ നേട്ടം? നേട്ടത്തിന്റെ കാര്യം കാണാം. എന്റെ ഒരു സന്തോഷം കൊണ്ടല്ലേ ചോദിക്കുന്നേ. ഇത് നിനക്ക് പറയാൻ പറ്റുന്ന ആളാ. നീ ഒന്ന് ഗസ് ചെയ്ത് പറയുന്നേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ശരി, വരുന്നത് ആണാണോ പെണ്ണാണോ എന്ന് പറ. അത് പറയില്ല. പറഞ്ഞ നിനക്ക് പെട്ടെന്ന് പിടികിട്ടും. ശരി, പേരിന്റെ ആദ്യത്തെ അക്ഷരം പറയാൻ പറ്റുമോ? നീ അത്ര പാടുപെട്ട് പറയണ്ട, ഞാൻ പോണു. അയ്യോ, പേണങ്ങല്ലേ മുത്തേ, നീ തന്നെ പറയൂ. ആരാ നിനക്ക് സന്തോഷം തരുന്ന ഗസ്റ്റ്? രവിവർമ്മൻ സാറാണോ? സാർ ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന. വെരി ഗുഡ്. എന്താ വിശേഷം? ഇന്ന് നിന്റെ പിറന്നാളാണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു പിറന്നാളും ഇല്ല. സാറിന് ഹോംലി ഫുഡ് ഭയങ്കര ഇഷ്ടം. അമ്മ വിളിച്ചപ്പോ സാറ് വരാന്ന് സമ്മതിച്ചു, അത്രേ ഉള്ളൂ. ഇപ്പൊ പെണ്ണിന്റെ സന്തോഷത്തിന്റെ കാരണം മനസ്സിലായി. നിങ്ങളപ്പോ ഇപ്പോഴേ ബന്ധുക്കളായി തുടങ്ങിയല്ലേ? ഓടി അവിടുന്ന്. ഇത് ഓഫീസിൽ നിന്ന് രാജാറാം സാറാണല്ലോ. ഇതെന്താ ഈ നേരത്ത്? ഹലോ രാജാറാം സാർ. ഹലോ ശ്രീലക്ഷ്മി, ഗുഡ് ഈവനിങ്. വീട്ടിലെത്തിയായിരുന്നോ? എവിടെയത്? വീട്ടിലാണ് സാർ. അവിടുന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ, കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിലെത്തി. ഓ, ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. അതെ സാർ, അമ്മ അതിന്റെ ഉത്സാഹത്തിലാ. രവി സാർ ഇന്ന് വീട്ടിൽ വരെയല്ലേ. ഞങ്ങൾക്ക് ഇന്ന് ഉത്സവം പോലെ ഇവിടെ. അറിയാം, അതുകൊണ്ടാ ഞാനിപ്പോ നേരിട്ട് ശ്രീലക്ഷ്മി വിളിച്ചത്. കേൾക്കുമ്പോ ശ്രീലക്ഷ്മിക്ക് ചെറിയൊരു വിഷമം തോന്നിയേക്കാം. എന്നാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. എന്തുപറ്റി സാർ? എന്താ കാര്യം? അത് ശ്രീലക്ഷ്മി, നമ്മുടെ രവിവർമ്മൻ സാറിന് ഒരു എത്യോപ്യൻ ടീമുമായിട്ട് ഹോട്ടൽ താജില് ഇന്ന് നൈറ്റ് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ അമ്മയോട് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തതുകൊണ്ട് സാർ ആ ടീമുമായുള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുമെന്ന് എനിക്കൊരു ഡൗട്ട്. ശ്രീലക്ഷ്മിക്ക് അറിയാലോ സാറിന്റെ ഒരു സ്വഭാവം. ചില സമയങ്ങളിൽ സാറ് ബിസിനസിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് സെന്റിമെന്റ്സിന്. അത് ബിസിനസിന് നഷ്ടമേ വരുത്തൂ. സാർ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ആ മീറ്റിംഗ് നടക്കില്ല. പ്രോജക്റ്റ് തന്നെ ക്യാൻസലായെന്നിരിക്കും. തനിക്കറിയാലോ, ഈ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്ത് 100 കണക്കിന് ജീവനക്കാരുണ്ട്, ശ്രീലക്ഷ്മി ഉൾപ്പെടെ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ബിസിനസിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ലെന്ന എന്റെ അഭിപ്രായം. മനസ്സിലായി സർ. പക്ഷെ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ വീട്ടിലെ ഡിന്നറിനേക്കാൾ വലുത് നമുക്ക് നമ്മുടെ കമ്പനിയുടെ വളർച്ചയാ. സാറിന് ഈ കരാറൊന്നും വലിയ പ്രശ്നമല്ലായിരിക്കും. പക്ഷെ നമ്മൾ ജീവനക്കാർ വേണം ആത്മാർത്ഥത കാണിക്കാൻ. ശരി സർ, മനസ്സിലായി. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മതി. പറയാം. ശ്രീലക്ഷ്മി ഇപ്പൊ തന്നെ സാറിനെ വിളിച്ച് അങ്ങോട്ടുള്ള വരവ് ക്യാൻസൽ ചെയ്യിക്കണം. എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് ചിലപ്പോ ചെറിയൊരു വിഷമം ഉണ്ടാവും. അത് സാരമില്ല. അത് നമുക്ക് ഈ ഡിന്നർ വേറൊരു ദിവസം അറേഞ്ച് ചെയ്യാം. എന്താ അതുപോലെ? ശ്രീലക്ഷ്മി ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കറിയാം ശ്രീലക്ഷ്മി ഇത് ചെയ്യുമെന്ന്. ഞാൻ ഫോൺ വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് സാറിന്റെ വരവ് ക്യാൻസൽ ചെയ്യുന്നതെന്ന് സാർ അറിയാൻ പാടില്ല. ഇത് നമ്മൾ സ്റ്റാഫുകളുടെ ഒരു സീക്രട്ടായിട്ട് വേണം കരുതാൻ. ഓക്കെ, അപ്പൊ ഞാൻ വയ്ക്കുക ഫോൺ. രാജാറാം സർ, ഈ പ്ലാൻ സക്സസ് ആവുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അവള് പഠിച്ച കള്ളിയാണ്. അവളെ സാറിനേക്കാളും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനാണ്. ഡോണ്ട് വറി മാഡം, നമുക്കൊരു 10 മിനിറ്റ് നോക്കാം. അതിനിടയിൽ ശ്രീലക്ഷ്മി സാറിനെ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ
കുറച്ചുകൂടി വലിയൊരു ഡോസ് നമുക്ക് അങ്ങോട്ട് കൊടുത്തളേ. എന്താ അതുപോലെ? അതെന്താ കുറച്ചുകൂടി വലിയ ഡോസ്? ശ്രീലക്ഷ്മിക്ക് സാന്ദ്ര മേഡത്തിന്റെ ഫോൺ കോൾ അല്പം വിരട്ടിയിട്ട് എന്താ പറ്റില്ലേ? ഈ ഓഫീസിൽ ശ്രീലക്ഷ്മിക്ക് അല്പമെങ്കിലും പേടിയുള്ളത് മേഡത്തെയാ. മേഡം പുലിയല്ലേ, ചീറ്റപ്പുലി. ശ്രീ, എന്തുപറ്റി ശ്രീ? ഓഫീസിൽ നിന്ന് ഫോൺ വന്നപ്പോ നിന്റെ സന്തോഷമൊക്കെ പോയ മട്ടാണല്ലോ. നീ ഭയങ്കര ഡള്ളായി. അതെ, രാജാറാം സാറ് വിളിച്ചു പറഞ്ഞത് ഞാൻ ഫോൺ ചെയ്ത് രവിവർമ്മൻ സാറിനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാനാ. വരണ്ടെന്ന് പറയാനോ? അതെന്താ കാര്യം? രവിവർമ്മൻ സാറ് ഏതോ വലിയ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടാ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നതെന്ന്. അങ്ങനെ വന്നാ കമ്പനിക്ക് വലിയ നഷ്ടം വരുന്ന പറഞ്ഞത്. ഓ, അയാൾ അങ്ങനെ പലതും പറയും. നീ അതൊന്നും കാര്യമാക്കണ്ട. രവിവർമ്മൻ സാറല്ലേ നിന്നോട് വരാന്ന് സമ്മതിച്ചത്. പിന്നെ ഇയാൾ എന്തിനാ അത് ക്യാൻസൽ ചെയ്യാൻ നിന്നോട് വിളിച്ചു പറയുന്നത്? രവിവർമ്മൻ സാറ് തീരുമാനിച്ചോളും വരണോ വേണ്ടയോന്ന്. ഇതിലെന്തോ കളിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും എന്നാലും കുന്നാലും ഒന്നുമില്ല. എന്നെ പണ്ട് വഴി തടഞ്ഞു നിർത്തി വരട്ടിയ ആളാ നിന്റെ ഈ രാജാറാം സാർ. അയാൾ ഒരു തൊലി വെളുത്ത ഗുണ്ടയാ. രവി സാർ നിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ നിനക്ക് അതിന്റെ ഒരു ക്രെഡിറ്റ്. ഈ അവസരം നീ ആയിട്ട് ഇല്ലാതാക്കരുത്. നീ ഫോൺ ചെയ്യണ്ട. കൃഷ്ണേ, അതാ വരുന്നു. പെട്ടെന്നാവട്ടെ. എന്നെ കാണാത്ത വിഷമം കൊണ്ടല്ലേ വിളിക്കുന്നെ? പുതിയ ജോലി ഏൽപ്പിക്കാനാ. ശ്രീലക്ഷ്മി ഇപ്പൊ തന്നെ സാറിനെ വിളിച്ച് അങ്ങോട്ടുള്ള വരവ് ക്യാൻസൽ ചെയ്യിക്കണം. എന്തെങ്കിലും കള്ളം പറഞ്ഞാ മതി. രവി സാർ നിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ നിനക്ക് അതിന്റെ ഒരു ക്രെഡിറ്റ്. ഈ അവസരം നീ ആയിട്ട് ഇല്ലാതാക്കരുത്. നീ ഫോൺ ചെയ്യണ്ട.